തെരഞ്ഞെടുപ്പൊക്കെ അവസാനിച്ചു. കോട്ടയത്തുകാർ ഒന്ന് സമാധാനമായി ഉറങ്ങും. ജോസ് കെ മാണി ജയിക്കുമോ ഇല്ലയോ എന്നതായിരുന്നു കേരള കോൺഗ്രസുകാരുടെ മുഴുവൻ ചിന്ത. എന്നാൽ മാണി വിരുദ്ധർ ജോസ് കെ മാണി വീണ്ടും തോൽക്കുന്നത് കാണാനുള്ള ആകാംക്ഷയോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയത്. പാലായിൽ ഷോൺ ജോർജ് മൂന്നാം മുന്നണി സ്ഥാനാർത്ഥിയായി കളം പിടിച്ചതോടെ ജോസിന്റെ കട്ടയും പടവും മടങ്ങിയെന്നായിരുന്നു ഇക്കൂട്ടരുടെ സന്തോഷം. എന്നാൽ അത് ജോസ് കെ മാണിക്ക് ഗുണം ചെയ്തുവെന്നാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ വിലയിരുത്തൽ. 2020 ജോസ് കെ മാണിയെ ഒരു സംസ്ഥാന നേതാവായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചുവെങ്കിലും ജോസ് കെ മാണി കഴിഞ്ഞ 5 വർഷം ആ നിലവാരത്തിൽ പ്രവർത്തിച്ചോ എന്നൊരു സംശയം പലർക്കുമുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ഏകപക്ഷീയമായിരുന്നുവെന്ന പരാതി പാർട്ടിക്കാർ പരസ്പരം പങ്കുവയ്ക്കുന്നു. പാർട്ടിയിൽ രാഷ്ട്രീയ ചർച്ചകളില്ല, അഭിപ്രായങ്ങൾ ആരായുന്നില്ല, പേരിന് മാത്രം ഒരു യോഗം ചേർന്ന് ഉണ്ടുപിരിയുന്ന പണിയാണ് കണ്ടുവരുന്നത്. ജോസ് കെ മാണി കാഴ്ചപ്പാടുകളുള്ള ഒരാളാണെങ്കിലും ഒരു സംസ്ഥാന നേതാവ് എന്ന നിലയിൽ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ലെന്ന പരാതിയും പറഞ്ഞു കേൾക്കുന്നു. ജോസിനെയും പാർട്ടിയെയും സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുവാൻ ജോസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ജോസിനെ പറ്റിയുള്ള ഏറ്റവും വലിയ പരാതി. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ ഉപയോഗം കഴിയുമ്പോൾ അവഗണിക്കുന്നുവെന്ന പരാതിയും നിലനിൽക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഓർമ്മ വെച്ച കാലം മുതൽ കേരള കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരെ മറന്നിട്ട് കേരള കോൺഗ്രസിനെയും കെ എം മാണിയെയും പരസ്യമായി തെറി വിളിച്ച് നടന്നവരെ സ്ഥാനാർത്ഥിയാക്കിയത് വിമർശനം കുറച്ചൊന്നുമല്ല വിളിച്ചു വരുത്തിയത്. 2021 തെരഞ്ഞെടുപ്പിൽ ഓടുപൊളിച്ച് നൂലിൽ കെട്ടിയിറക്കിയ പ്രമോദ് നാരായണനാണ് ആദ്യം പാരപണിതത്. മുഴുവൻ പാർട്ടിക്കാരുടെയും എതിർപ്പ് വകവയ്ക്കാതെയാണ് ഇയാളെ അന്ന് സ്ഥാനാർത്ഥിയാക്കിയത്. എന്തായിരുന്നു അയാളുടെ മഹത്വം? ഏതായാലും ജോസ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പ്രമോദിന്റെ വക പാര വരുന്നതേയുള്ളൂ. പിന്നീടാണ് ചാലക്കുടി മണ്ഡലത്തിൽ ഡെന്നീസ് ആന്റണിയെ കുടിയിരുത്തിയത്. രണ്ടാമതൊരു വട്ടം കൂടി ആ സീറ്റ് ആഗ്രഹിക്കാൻ ഡെന്നീസിന് എന്ത് അവകാശമാണുള്ളത്? ഡെന്നീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1000 വോട്ടിനാണ് തോറ്റത്, അതും വിശ്വസിക്കാൻ ജോസും. 25,000 വോട്ടിന് വി ഡി ദേവസ്യ വിജയിച്ചിരുന്ന സീറ്റാണ് ഡെന്നീസ് ആന്റണിക്ക് കൊടുത്തത്. അപ്പോൾ 26,000 വോട്ടിനാണ് അയാൾ തോറ്റതെന്ന് അയാളെ ആര് പറഞ്ഞു മനസ്സിലാക്കും? ജോസിന് നയപരമായ ഒരു അപകടം അവിടെ പറ്റി. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത് അധികാരത്തിന്റെ പങ്കുപറ്റാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ പുത്തൻപാന പാടി കൊന്ത ചൊല്ലി വീട്ടിലിരിക്കാനല്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ലാതെ കേരളത്തെ നന്നാക്കാൻ വേണ്ടി ഒന്നുമല്ല. അപ്പോഴതിനെ ആഗ്രഹിച്ചു വരുന്നവനോട് അതിനുള്ള കഴിവില്ലെങ്കിൽ അത് നോക്കേണ്ടെന്ന് പറയാനുള്ള ചങ്കുറപ്പ് ജോസിന് വേണമായിരുന്നു. ഒരിക്കൽ കൂടി തോൽക്കാൻ ചാലക്കുടി വിട്ടുതരില്ലെന്ന് 5 വർഷം മുമ്പേ ഡെന്നീസ് ആന്റണിയോട് പറയേണ്ടതായിരുന്നു. ഇനി ഒരു നൂറ്റാണ്ട് കൂടി അവിടെ പ്രവർത്തിച്ചാലും ഈ ഡെന്നീസ് ആന്റണി അവിടെ നിന്ന് MLA ആകാൻ പോകുന്നില്ല. ഏതായാലും ആര് പറഞ്ഞിട്ട് ചുമന്നതാണെങ്കിലും ഡെന്നീസും പിതൃസ്തുതി പാടി പുറത്തിറങ്ങി. ഇനിയുള്ളത് മുഹമ്മദ് ഇക്ബാലാണ്. ഒരു പഞ്ചായത്തിൽ മെമ്പറാകാനുള്ള യോഗ്യത പോലും അയാൾക്കുണ്ടെന്ന് ഇന്നേ വരെ തെളിയിച്ചിട്ടില്ല. ഒരു മണ്ഡലത്തിൽ 2 പ്രാവശ്യം നിന്ന് തോൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു പാർട്ടി. മൂന്നാമതൊരവസരം കൊടുത്തത് തട്ടിത്തെറിപ്പിച്ചുവെന്നത് ശരിയാണ്. അതിന് പരിഹാരമായിട്ടാണ് ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ അയാളുടെ കയ്യിലേക്ക് കഴിഞ്ഞ തവണ ഇടതുമുന്നണി വച്ചുകൊടുത്തത്. അതുപോലും ചോദിച്ചു വാങ്ങാനുള്ള കഴിവില്ലാത്തവനാണ് മുഹമ്മദ് ഇക്ബാൽ. ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ തവണ ഇയാൾക്ക് അനുവദിച്ച ന്യൂനപക്ഷ ക്ഷേമ ബോർഡ് അത് വളരെ നൈസായി സ്റ്റീവൻ ജോർജ് അടിച്ചു മാറ്റി. അപ്പോഴും ഇയാൾ നടുവിരലും വായിലിട്ട് നോക്കി നിന്നു. ജോസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് KJ ദേവസ്യയെ പോലെ KM മാണിയുടെ കാലം മുതൽ പാർട്ടിയുടെ മുന്നണി പോരാളിയായി നിന്ന ഒരാൾക്ക് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം 2 വർഷത്തേക്ക് കൊടുക്കുകയും ഇക്ബാലിനും സ്റ്റീവൻ ജോർജിനും 5 വർഷം കൊടുത്തതും തെറ്റായ സന്ദേശമാണ് പാർട്ടിക്കാരുടെ ഇടയിൽ നൽകിയത്. ദേവസ്യ മാത്രമല്ല, അലക്സ് കോഴിമല അടക്കമുള്ള മറ്റു നേതാക്കളും പാർട്ടിയെ കൈവിടാതെ കഷ്ടകാലത്തും കൂടെ നിന്നവരാണ്. അവരെ സംരക്ഷിക്കുവാൻ ജോസ് ശ്രമിച്ചില്ല എന്നുള്ളത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. മുഴുപട്ടിണിയിലായ ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം കൊണ്ട് KJ ദേവസ്യയോ അലക്സ് കോഴിമലയോ ഒന്നും സമ്പാദിക്കാൻ പോകുന്നില്ല. ഒരു അംഗീകാരം മാത്രമാണ് ആ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൊണ്ട് കിട്ടുന്നത്. പാതി വഴിയിൽ വെച്ച് അവരെ ഇറക്കി വിട്ടതോടെ അവർ പാർട്ടിയിൽ ഒന്നുമല്ലാതായി തീർന്നു. അത് വേദനാജനകമാണ്. ദേശാടന കിളികൾക്ക് മാത്രമേ പാർട്ടിയിൽ അംഗീകാരമുള്ളൂ എന്ന് ജോസ് പരസ്യമായി പറഞ്ഞതിന് തുല്യമാണ് സ്റ്റീഫൻ ജോർജിന് പാർട്ടിയുടെ ഓഫീസ് ചാർജിന്റെ ചുമതല നൽകിയതും 5 വർഷം കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകിയതും. ഇനി സാധിക്കുമെങ്കിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ഇയാൾക്ക് തന്നെ നൽകി കനിഞ്ഞ് അനുഗ്രഹിക്കാനുള്ള സന്മനസ് കൂടി കാണിച്ചാൽ എല്ലാം പൂർത്തിയാകും. എങ്കിലേ മാണി സാറിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടും. മാണി സാറിന്റെ നാവരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പരസ്യമായി കടുത്തുരുത്തി കവലയിൽ നിന്ന് പ്രസംഗിച്ചത്
മാണി സാറും ജോസ് കെ മാണിയും മറന്നാലും മാണി സാറിനെ സ്നേഹിക്കുന്നവർ മറക്കില്ല. കേട്ടോ ജോസ് കെ മാണി. ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് താങ്കളെ അംഗീകരിച്ചിരുന്നുവെങ്കിലും ഒരു സംസ്ഥാന നേതാവായി ജോസ് കെ മാണി മാറിയത് ഇടതുമുന്നണിയുടെ മേഖല ജാഥ ക്യാപ്റ്റനായി ജാഥ നയിച്ചപ്പോഴാണ്. വാതുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ കുറ്റമാണെന്ന ചിന്ത മാറ്റിവെച്ച് ഭംഗിയുള്ള വാക്കുകൾ വിളമ്പി ജനത്തിന്റെ കയ്യടി വാങ്ങിയിരുന്നു ആ ജാഥയിൽ. അപ്പൻ ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കാത്തവനാണെന്ന് PC ജോർജ് പരസ്യമായി ആക്ഷേപിച്ചതിന് പോലും മറുപടി പറയാതെ ഒരക്ഷരം മിണ്ടാതെ ക്ഷമിച്ചിരുന്നത് കഴിവുകേട് കൊണ്ടാണെന്നാണ് ജനം വിശ്വസിക്കുന്നത്. പോടാ ഡാഷ് മോനെ എന്ന് വിളിക്കാനുള്ള ആർജവം കാണിക്കുന്നവനോട് മാത്രമേ പാർട്ടിക്കാർക്കും ജനത്തിനും ബഹുമാനമുള്ളൂ. മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് വായിൽ പഴവും തിരികെ ഇരുന്നാൽ ജനം തിരിഞ്ഞുപോലും നോക്കില്ല. ഇപ്പോഴെല്ലാവരും കാണിക്കുന്ന ഈ സ്നേഹം അത് പഴയ KM മാണിയോടുള്ള ബഹുമാനം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ മിടുക്കുകൊണ്ടല്ല. പൂഞ്ഞാറ്റിലെ ജോർജ് പറഞ്ഞ കാര്യം അത് വിശ്വസിച്ചിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം ജനമെങ്കിലും ഇന്നും പാലായിലുണ്ട്. ഒരു കാലത്ത് 6 MLA-മാർ കൊല്ലം ജില്ലയിൽ മാത്രം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്നു. ഇന്നത് കോട്ടയം ജില്ലയിൽ പോലുമില്ല. ഇടുക്കിയിലുള്ളതും കോട്ടയംകാരനാണ്. റാന്നിയെ കണക്കിൽ കൂട്ടണ്ട, അത് കൈവിട്ടുപോയ കല്ലാണ്. ഈ പാർട്ടിയെ കേവലം ഒരു ജേക്കബ് ഗ്രൂപ്പിനെ പോലെയോ അല്ലെങ്കിൽ പിള്ള ഗ്രൂപ്പിനെ പോലെയോ ആക്കി തീർക്കാനുള്ള ശ്രമമാണ് ജോസ് നടത്തുന്നതെന്നാണ് പിന്നാമ്പുറ സംസാരം. പാർട്ടിക്ക് ലഭ്യമായ 12 സീറ്റിൽ 11 എണ്ണവും കണക്കുകൂട്ടി കളിച്ചിരുന്നുവെങ്കിൽ ജയിക്കാമായിരുന്നു. പ്രത്യേകിച്ച് തൊടുപുഴയിൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു സ്ഥാനാർത്ഥിയെ നൂലിൽ കെട്ടി ഇറക്കിയിട്ട് ജയിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാകും? 6 മാസം മുമ്പ് തൊടുപുഴയിലും കടുത്തുരുത്തിയിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ 2 സീറ്റും വിജയം കണ്ടേനെ. പിറവത്ത് ഫലമില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും 5 കൊല്ലം മുമ്പ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നു. അതേ രീതി കടുത്തുരുത്തിയിലും തൊടുപുഴയിലും സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ 2 സീറ്റും പ്രതീക്ഷിക്കാമായിരുന്നു. ഏതായാലും ജോസ് ഒരുപാട് മാറാറുണ്ട്. ശത്രു ആര്, മിത്രമാരെന്ന് ജോസ് തിരിച്ചറിയണം. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ ചേർത്ത് നിർത്തണം. ഒരുപക്ഷെ തുടർഭരണം കിട്ടുകയാണെങ്കിൽ സ്ഥാനമാനങ്ങൾ ഇടതുമുന്നണിയോട് ചോദിച്ചു വാങ്ങണം. 2011 UDF മന്ത്രിസഭാ കാലത്ത് 35 GP-മാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ കേവലം 5-6 പേർ മാത്രമാണുള്ളത്. 140ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളും അക്കാദമികളും ഉണ്ടായിട്ട് വിരലെണ്ണാവുന്ന ബോർഡ് മെമ്പർഷിപ്പുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പാർട്ടിക്ക്. കേരള കോൺഗ്രസിന് 30-ൽ കുറയാത്ത GP-മാർക്കും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനും അഡീഷണൽ ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷനും ഓരോ ബോർഡിലും ഓരോ അക്കാദമിയിലും ഓരോ അംഗത്തിൻ്റെയെങ്കിലും അവകാശമുള്ളതാണ്. അത് ചോദിച്ചു വാങ്ങാൻ കഴിവില്ലാത്തവന്മാരെ ആ പണിക്ക് നിയോഗിക്കരുത്. നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ പറയുക, കൊള്ളാവുന്നവർ നിങ്ങളുടെ പാർട്ടിയിൽ വേറെയുണ്ട്, അത് വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാം. പക്ഷെ സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ സിവിൽ ഏതാ ക്രിമിനൽ ഏതാ എന്നുപോലും അറിയാൻ പാടില്ലാത്ത അഭിഭാഷകരെ ആ സ്ഥാനങ്ങളിൽ നിയോഗിക്കരുത് എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. ഇടതുമുന്നണിയുമായി ചർച്ചയ്ക്ക് വിട്ട 2 മഹത് വ്യക്തികൾ അവർക്ക് ഓരോ സീറ്റ് അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു വാങ്ങേണ്ടതെല്ലാം മറന്നുപോയി. പ്രമോദ് നാരായണനും സ്റ്റീഫൻ ജോർജും അധികാര കസേര പങ്കിടുവാൻ വേണ്ടിയല്ല സാധാരണ പാർട്ടിക്കാർ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. പാർട്ടിയിലെ കേവലം 5-10 നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും ഒന്നും കൊടുക്കേണ്ടെന്ന ചിന്ത അത് മാറ്റിവെക്കണം.